കേരളത്തിലെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുട്ടി വ്യാജ റിക്രൂട്ട്മെൻറ്റിൽ പെട്ട് ഇപ്പോൾ റഷ്യയിൽ ബുദ്ധിമുട്ടുന്ന കാര്യം കഴിഞ്ഞ ദിവസം ചാനലിലൂടെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. ചുമ്മാ ബുദ്ധിമുട്ടുന്നു എന്നല്ല പറയേണ്ടത്, റഷ്യയുടെ ആർമിയോട് കൂടെ ചേർന്ന് ഇപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു സിറ്റുവേഷനിലേക്ക് ഈ കുട്ടി എങ്ങനെ ചെന്ന് പെട്ടു? സത്യത്തിൽ ഇവിടെ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഈ ഫേക്ക് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം വിട്, ഈ കുട്ടിയുടെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ തെറ്റുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ കുട്ടിയുടെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഒരു വിസിറ്റ് വിസയിലാണ് ജോലിക്ക് പോയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ വർക്ക് വിസ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ വർക്ക് വിസ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചുമ്മാ മാങ്ങ പറിക്കാനാണോ? അല്ലല്ലോ. അപ്പോൾ വിസിറ്റ് വിസയിൽ പോയി അവിടെ ചെന്ന് വർക്ക് വിസ ആക്കാം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഏജൻറ്റുമാർ നിങ്ങളെ സമീപിക്കുമ്പോൾ അതൊക്കെ തലയാട്ടി സമ്മതിച്ച് കയറിപ്പോകുന്ന ആ കുട്ടിയുടെ ഒരു അവസ്ഥ ശരിയാണ്. ആ കുട്ടിയുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുമുണ്ട്. ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള പല കുട്ടികളുമാണ് ഇങ്ങനെയുള്ള ചതികളിൽ പോയി പെടുന്നത്. ഞാൻ ആ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ അടച്ചങ്ങ് കുറ്റം പറയുകയല്ല, ആ കുട്ടിയുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷേ ശരിയായ രീതിയിലാണ് ആ കുട്ടി കാര്യങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വരില്ല. സോ ഇപ്പോൾ ആ കുട്ടി ചെന്ന് പെട്ട ആ ഒരു ലോകം, അല്ലെങ്കിൽ ഇപ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ആ ഒരു ജീവിതം ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ തന്നെ ഒരു കഴിവുകേടിൻ്റെ ഒരു ഫലമാണ്. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ കുറ്റം പറയുകയല്ല. നിങ്ങളെങ്കിലും ആ കുട്ടിക്ക് സംഭവിച്ചത്, ഇപ്പോൾ ആ കുട്ടി മാത്രമല്ല, ഒരുപാട് പേര് റഷ്യയിൽ ഇതേപോലെ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ വിസിറ്റ് വിസയിലാണ് ആ കുട്ടി വിദേശത്തേക്ക് പോയത് എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിൽ ഇവിടെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള കുട്ടികൾക്ക് എത്രത്തോളം നോളജ് ഉണ്ടെന്നുള്ളത് എനിക്കപ്പോൾ മനസ്സിലായി. ഇതേ പറ്റിയിട്ട് ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ടല്ലേ ഇന്ന് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. അതല്ലാതെ നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ഈ റിക്രൂട്ട്മെൻറ്റിനെ പറ്റി പഠിച്ചിട്ടല്ല വരുന്നത്. എനിക്കറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ഓരോ റിക്രൂട്ട്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട്, ചേട്ടാ ഇത് ജെനുവിനാണോ, ഇത് ജെനുവിനാണോ, അല്ലെങ്കിൽ അവർ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇവരിങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇതെല്ലാം എന്നോട് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് എൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ജെനുവിനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയില്ല. സോ ഇന്ന് അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. സോ ദയവ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെല്ലാവരും പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കും. അന്ന് ഈ കുട്ടിക്ക് ഉണ്ടായ അനുഭവം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് രണ്ട് പേരും കുറ്റക്കാരാണ്. ആ കുട്ടിയും കുറ്റക്കാരാണ്, ഗവൺമെൻറ്റും കുറ്റക്കാരാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്താൻ ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ കഴിയുന്നെങ്കിൽ അത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ കഴിവുകേട് തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി അതവിടെ മാറ്റി നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഈ കുട്ടിക്ക് പറ്റിയ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഏത് പബ്ലിക്കേഷൻസിലാണെങ്കിലും നിങ്ങളൊരു ജോബ് ഓഫർ കാണുമ്പോൾ അതിനെ എക്സൈറ്റ്മെൻറ്റോടു കൂടി നോക്കാതിരിക്കുക. പല ആൾക്കാർക്കും പല കുട്ടികൾക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. ഞാൻ ഇവരോട് സംസാരിക്കുമ്പോൾ എനിക്കറിയാലോ ഈ കുട്ടി എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഈ ഒരു ജോബിന് വേണ്ടിയിട്ട്. അതായത് യൂറോപ്പിൽ, ലിത്വേനിയയിൽ, ലാറ്റ്വിയയിൽ 1 ലക്ഷം രൂപ അതിന് മുകളിൽ ശമ്പളത്തിൽ ജോലി, 8 മണിക്കൂറേ ജോലിയുള്ളൂ, ശനി ഞായർ അവധി എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ കുട്ടി വേറൊരു മായ ലോകത്തേക്ക് പോവാണ്. 1 ലക്ഷം രൂപ കൈ കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്ര രൂപ ചിലവാക്കി ഇത്ര രൂപ എൻ്റെ കയ്യിലിരിക്കും, പിന്നെ എൻ്റെ ജീവിതം സെറ്റാണ്. ഇങ്ങനെ വിചാരിച്ച് ആ ലോകത്തെ സ്വപ്നം കണ്ട് ആ കുട്ടി ഒരു ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. സോ അതിനുശേഷം നിങ്ങളിലേക്ക് എന്ത് പറഞ്ഞു തരാൻ ഞാൻ നോക്കിയാലും അത് നിങ്ങളുടെ ചെവി കയറില്ല. സോ ആദ്യം തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് മാറ്റുക. എക്സൈറ്റഡ് ആവേ ചെയ്യരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനും ആ റിക്രൂട്ട്മെൻറ്റ് ശരിയാണോ എന്ന് മനസ്സിലാക്കാനും പറ്റുള്ളൂ. സോ അത് മാറ്റി വെച്ചുകൊണ്ട് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ഈ കണ്ട റിക്രൂട്ട്മെൻറ്റ് ഇത് ജെനുവിൻ ആവണമെങ്കിൽ ഇതിന് ഒരു നിയമ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ ഗവൺമെൻറ് പറയുന്ന എന്തെങ്കിലും ഒരു മാനദണ്ഡം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തി പാലിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, വ്യക്തികൾക്ക് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു സ്ഥാപനത്തിനേ പറ്റും. അപ്പോൾ ആ ഒരു സ്ഥാപനം ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ടുള്ള ലൈസൻസ് എടുത്തിട്ടുണ്ടോ? ഈ ലൈസൻസ് ഏതാണ്? അത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, സാധാരണ ബിസിനസ് നടത്തുന്ന കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ലൈസൻസും അല്ലെങ്കിൽ MSMEയുടെ ലൈസൻസ് അല്ലെങ്കിൽ LLPയുടെ ലൈസൻസ് ചുമ്മാ അതും എടുത്ത് വെച്ചിട്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുകയല്ല ചെയ്യുന്നത്. റിക്രൂട്ട്മെൻറ്റ് നടത്താൻ റിക്രൂട്ട്മെൻറ്റ് ലൈസൻസ് തന്നെയുണ്ട്. അപ്പോൾ അത് ഏതാണെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് കണ്ടെത്തുക. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്താണ്, അല്ലെങ്കിൽ പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻ്റ് എന്താണ്, ഈ ഓഫീസ് എവിടെയാണുള്ളത്, അവരെന്ത് സർവീസാണ് നമുക്ക് ചെയ്തു തരുന്നത്. ഇതിപ്പോൾ ഞാൻ സ്പൂൺ ഫീഡ് പോലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നാൽ നിങ്ങൾ ഇന്നിത് കേട്ട് നാളെ ചെവി കൂടി കളയും. അതിലും നല്ലത് നിങ്ങളുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത്, ഇപ്പോൾ എറണാകുളത്ത്, കോഴിക്കോട്, തിരുവനന്തപുരത്ത് അങ്ങനെ പല ഭാഗത്തുണ്ടെന്ന് തോന്നുന്നു,
മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻറ്റിൻ്റെ ഓഫീസ് എവിടെയൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ. ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് ഒരു നല്ല കാര്യം ചെയ്യുക. ആദ്യം ഗൂഗിളിൽ ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തുക. ഇനി നിങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം. അത് അറ്റ്ലീസ്റ്റ് ഒന്ന് കയറി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നിയറസ്റ്റ് പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻറ്റിൻ്റെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, ആരാണ്, അല്ലെങ്കിൽ ഈ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളിലെ വ്യക്തികളിൽ പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ട് എന്താണ്, ഇതൊന്ന് പഠിക്കുക. എന്നിട്ട് റിക്രൂട്ട്മെൻറ്റിനെ പറ്റി അന്വേഷിക്കുക, അല്ലെങ്കിൽ അത് നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിൽ വരെ പല ഇൻസ്റ്റഗ്രാമേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അവരൊക്കെ ജോബിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അത് ഓക്കെ, അവർ ഇൻഫ്ലുവൻസേഴ്സാണ്, അവർക്ക് ഇതേപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യം ഒരു എഡ്യൂക്കേഷണൽ വിസ പോലെ അല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് വലിയൊരു പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ളതൊന്നും ഇവർക്കറിയില്ല. ചുമ്മാ അവരതങ്ങ് അഡ്വർടൈസ് ചെയ്യും. അത് ഞാൻ ഇതുവരെ ചെയ്യാത്തതും അതുകൊണ്ട് തന്നെയാണ്. റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കെങ്കിലും അറിയാൻ പറ്റും, ഞാൻ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരാളെയും ഒരിക്കലും സ്പോൺസർ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുകയോ ഒരാളുടെ പേര് പറയുകയോ ഇല്ല. നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും, ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ പല രീതിയിൽ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേട്ടാ ഒന്ന് പറഞ്ഞു തരുമോ, ഞാൻ ചേട്ടനെ ബുദ്ധിമുട്ടിക്കില്ല. നോ, ഞാനൊരിക്കലും ഒരു റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനത്തെ സജസ്റ്റ് ചെയ്യാത്തത് അതിൻ്റെ പുറകിൽ അത്രയും പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. അതെല്ലാം നിങ്ങൾ അറിയണം എന്നില്ല, എന്നാലും റിക്രൂട്ട്മെൻറ്റ് ഈസ് എ ഡേഞ്ചറസ് തിങ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന പ്രൊമോഷൻസ് കണ്ട് ചാടിക്കേറി കൊണ്ടുവന്ന് കാശ് കൊടുക്കാതിരിക്കുക. കാശ് കൊടുത്തിട്ടാണ് പലരും അന്വേഷിക്കാൻ വരുന്നത്, ചേട്ടാ ഞാൻ ഇപ്പോഴാണ് വീഡിയോ കാണുന്നത്, എനിക്ക് പേടിയാവുന്നു, ഇത് ജെനുവൻ ആണോ. പല ആൾക്കാരുടെയും കാശ് ആ സെക്കൻഡിൽ തന്നെ പോയിട്ടുണ്ടാകും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഈ ജോബ് ഓഫേഴ്സിന് ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി അത് വിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ ലൈസൻസ് ഉള്ള സ്ഥാപനത്തിന് എന്തെങ്കിലും ക്രിമിനൽ കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻറ്റിൻ്റെ ഓഫീസിലോ അല്ലെങ്കിൽ നിയർ ബൈ പോലീസ് സ്റ്റേഷനിലോ ആ ഏജൻസി ഇരിക്കുന്നതിൻ്റെ നിയർ ബൈ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരുടെ പേരിൽ നിലവിൽ കേസുകളില്ല, അല്ലെങ്കിൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ, യു ക്യാൻ ട്രൈ. അപ്പോഴും റിസ്ക് എലമെൻറ്റ് പോയിട്ടില്ല, ഒരു പകുതി ആശ്വാസം ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ പല ഏജൻസികളും ഇപ്പോൾ ഗൾഫിൽ ഏജൻസി തുടങ്ങിയിട്ട് കേരളത്തിൽ നിന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഉള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള ലൈസൻസ് മതിയെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തിരുന്നുകൊണ്ട് ചെയ്യാമെങ്കിൽ പിന്നെ ഇന്ത്യയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് ലൈസൻസ്, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ ഗൾഫിലിരിക്കുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇരിക്കുന്ന ഒരു ഏജൻസി ഇവിടെ വന്ന് റിക്രൂട്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഫണ്ട് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ എന്ത് സെക്യൂരിറ്റിയാണ് നിങ്ങൾക്ക് ആ ഫണ്ടിന് കിട്ടുന്നത്? ഒന്നുമില്ല. ആ ഫണ്ട് കൊണ്ട് അവർ പോയി അവർ നിങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അറ്റ്ലീസ്റ്റ് അത് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് അവരുടെ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട്, ആ ഏജൻസിയുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് ഉണ്ട്, അതിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് എമൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് നോക്കാം. ഇതെപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പലപ്പോഴും കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞു വരുന്നത്, ചേട്ടാ അവരുടെ ഓഫീസ് അവിടെ ആയതുകൊണ്ട് അവർക്ക് ലൈസൻസ് വേണ്ട, സോ കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പ്രശ്നമുണ്ട്. ഇനി ഞാൻ എല്ലാ റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനങ്ങളെയും അടച്ച് ആക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞ് പരാതിയായിട്ട് വരരുത്. ഞാൻ ആരെയും മോശമായിട്ട് കാണുന്നതല്ല. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുള്ളത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ലൈസൻസിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ നിയർ ബൈ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പേയ്മെൻറ്റ് നിങ്ങൾ കൊടുത്തതിന് ശേഷം അവർ പല ഏജൻറ്റുമാരും ഏജൻസിക്കാരും ഞങ്ങൾ എഗ്രിമെൻറ്റ് തരാമെന്ന് പറയും. ഈ തട്ടിപ്പിൽപ്പെട്ട ഒട്ടുമിക്ക എല്ലാ കേസുകളിലും ഇതേപോലെ തന്നെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ തട്ടിപ്പിൽപ്പെടാതിരുന്നോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യനും മര്യാദയ്ക്ക് വായിക്കാറില്ല. ഒരു 4-5 പേജൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അല്ലെങ്കിൽ ഈ എഗ്രിമെൻറ്റ് നോട്ടറൈസ്ഡ് ആണോ, അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെൻറ്റ് കൊണ്ട് എനിക്ക് കോടതിയിൽ കേസിന് പോകാൻ പറ്റുമോ, കോടതിയിൽ കേസിന് പോയാൽ തന്നെ റിക്കവറി ചെയ്യാനായിട്ട് ഒരു സ്ഥാപനം ശരിക്കും ഉണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു അഡ്വക്കേറ്റായിട്ട് സംസാരിക്കുക. നിങ്ങൾ 5-6 ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. സോ ഒരു 500 രൂപ 1000 രൂപ ഒരു അഡ്വക്കേറ്റിന് കൊടുത്ത് ഇതിൻ്റെ ലീഗൽ സ്റ്റാൻഡ് ഒന്ന് മനസ്സിലാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ മുന്നോട്ട് പോകാവൂ. ഇനി ഗവൺമെൻറ് വരുത്തിയ ഏറ്റവും വലിയ ഒരു പിടിപ്പുകേട് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റ് സ്കാമുകൾ നടക്കുന്നത്. കാരണം ഇന്ത്യയിൽ റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ട് ലൈസൻസ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്, സ്റ്റേറ്റിൻ്റെ അല്ല. അതൊക്കെ കുഴപ്പമില്ല. ഈ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച ലൈസൻസ് എടുത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്.
അതിന് 25 ലക്ഷമോ ചെറിയ എമൗണ്ടോ അല്ലെങ്കിൽ 50 ലക്ഷമോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്താം. ഓരോ സ്ഥാപനങ്ങളും ഈ ഒരു എമൗണ്ട് കെട്ടിവെക്കണം. എന്നാൽ ഇതൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ആഡ് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാം, യൂട്യൂബിൽ വീഡിയോ ഇടാം. ഇതൊക്കെ ആരാണ് അനുവദിച്ചു കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു. ഡോക്ടേഴ്സ് ഇനി മുതൽ യൂട്യൂബിലെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഇടുന്നതിന് ഒരു പരിമിതി, ഒരു വിലക്ക് പോലെ ഒരു കൺട്രോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും അതിൻ്റെ ന്യൂസ് അറിയില്ല, എന്നാലും ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റേഴ്സ്, റീലുകൾ, വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് വരാത്തടത്തോളം കാലം ഏതൊരു വ്യക്തിക്കും ഏതൊരു സ്ഥാപനത്തിൻ്റെ പേരും പറഞ്ഞും ഏതൊരു എംപ്ലോയറിൻ്റെ പേരും പറഞ്ഞും എവിടെ ഇരുന്ന് വേണമെങ്കിലും ആൾക്കാരെ പറ്റിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് സ്കാമുകൾ തുടച്ചു മാറ്റണമെന്ന ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും ഒരു താഴ്ന്ന ഒരു വ്യക്തിയോ പോലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇത് തുടച്ചു മാറ്റാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു പ്ലാൻ തന്നെ ഉണ്ട്. എൻ്റെ ഒരു എട്ടെക് കമ്പനിയുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതിൻ്റെ തന്നെ ഭാഗമായിട്ട് ഞാൻ തന്നെ ബിൽഡ് ചെയ്തെടുത്ത ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ആ ഒരു കാര്യം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാക്ക് തരാം, കേരളത്തിൽ റിക്രൂട്ട്മെൻറ്റ് സ്കാം എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. പക്ഷേ അത് ഞാൻ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്നെ എവിടെയെങ്കിലും ഒരു കള്ളക്കേസിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്ത് അകത്താക്കാൻ നോക്കും. അതാണ് സാധാരണ ഇവിടെ കേരളത്തിൽ കണ്ടുവരുന്നത്. ഇനി ഞാൻ ആ ഒരു കാര്യം കൊണ്ടുവരുന്നതിനാണ് പ്രശ്നമെങ്കിൽ ഞാൻ ആ ഐഡിയ ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് തരാം. നിങ്ങൾ അത് തുടങ്ങുക. ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനം, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, NGO ആർക്ക് വേണമെങ്കിലും സമീപിക്കാം. ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ഫ്രീ ആയിട്ട് തരാം. അതിന് വേണമെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഗൈഡൻസ് വരെ തരാം, ഫ്രീ ഓഫ് കോസ്റ്റ്. ഒന്നും തരണ്ട. കേരളത്തിൽ ഈ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ ഈ ഒരു പ്രശ്നം ഇല്ലാതാവുന്നു എന്ന് കണ്ടാൽ മാത്രം മതി. അപ്പോൾ ഗവൺമെൻറ് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഗവൺമെൻറ് നോക്കുക. അതുപോലെ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ ചെന്നുപെടും. ഇനിയും ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇപ്പോൾ തന്നെ ഈ വീഡിയോ കഴിയുമ്പോൾ കുറേ കുട്ടികൾ കുറേ ജോബ് ഓഫേഴ്സിൻ്റെ കുറേ കോപ്പികളൊക്കെ എടുത്ത് എനിക്ക് ഫോർവേഡ് ചെയ്യാൻ തുടങ്ങും. ചേട്ടാ ഇത് ജെനുവിനാണോ, ഇത് ജെനുവിനാണോ, ഇത് ജെനുവിനാണോ? ഇനി അങ്ങനെ ആരും ഷെയർ ചെയ്യേണ്ട. നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനായിട്ടുള്ളൊരു കഴിവ് വേണം. ആ കഴിവ് ഈ വീഡിയോയിലൂടെയും അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള പഴയ വീഡിയോസിലൂടെയും അതും അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൂടെയും ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം മാത്രം മുന്നോട്ട് പോവുക. ഇനി പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ആർക്കാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്? കമ്പനിയുടെ കറണ്ട് അക്കൗണ്ടിലേക്കാണോ അല്ലെങ്കിൽ SB സേവിങ്സ് അക്കൗണ്ടിലേക്കാണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി കൂടുതലായിട്ട് ഇതേ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ, ഓൾറെഡി ഞാൻ ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്, എന്നാലും ഇനിയും വീഡിയോ വേണമെങ്കിൽ ഒരു ലൈവ് വേണമെങ്കിൽ പറയുക. ഞാൻ അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വീഡിയോ ആയിട്ടോ ലൈവായിട്ടോ വരാം. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഈ കുട്ടിക്ക് സംഭവിച്ച പോലെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ പോലെ ഒരുപാട് കുട്ടികൾ പെട്ടുകിടക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം നമ്മുടെ നാട്ടിലുള്ള അനിയത്തിമാർക്ക് ഇനി ഉണ്ടാവല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. ബൈ.